ധന്യ റാവു എന്ന് പറയുന്ന ഒരു കന്നഡ സിനിമയിലെ നടി, പ്രശസ്ത നടിയാണ്. ആ നടി ഇപ്പോൾ പിടിക്കപ്പെട്ടു. അവരുടെ പേരിൽ DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ നടി പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് വരുന്ന വഴിയാണ്. കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് 14.8 കിലോഗ്രാം സ്വർണം ആണ് കടത്തിക്കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 30 തവണ ദുബായി പോയിട്ട് വന്നു ഈ സ്ത്രീ. അപ്പോൾ ഈ ഓരോ തവണ കൊണ്ടുവന്നേക്കുന്നതും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ്. അതിന് സംശയമൊന്നും വേണ്ട, ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവരിത് കടത്തിക്കൊണ്ടുവന്നപ്പോൾ ഇവർ അതിന് പ്രത്യേക തരത്തിലുള്ള ജാക്കറ്റ്, അതേപോലെ ബെൽറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് അകത്ത് കെട്ടിവെക്കാൻ. അപ്പോൾ ഇതെന്താ സ്വർണം എന്താ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിക്കാഞ്ഞെന്ന് നമുക്ക് ചോദിക്കും. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഒരു DGP റാങ്കിൽ കർണാടകയിൽ ജോലി ചെയ്യുന്ന ചന്ദ്രശേഖര റാവു എന്ന് പറയുന്ന ആളുടെ വളർത്തു മകളാണ്. അപ്പോൾ ആ പരീക്ഷയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഗ്രീൻ ചാനൽ വഴി ഒന്നുമില്ല, ഇവർക്ക് ഏറെ പരിശോധനയൊന്നുമില്ല, അതൊക്കെ ഇറക്കി അങ്ങ് വിടും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അവസാനം ഈ 31ാമത്തെ തവണയാണ് ഇപ്പൊ പിടിക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇവരുടെ വീടുമൊക്കെ DRI പരിശോധിച്ചു, റെയ്ഡ് നടത്തിയതാണ്. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് കൊള്ളാവുന്ന കാര്യമാണ്. 206 ലക്ഷം രൂപയുടെ സ്വർണം, വില വരുന്ന സ്വർണം, അതായത് 2.06 കോടി രൂപയുടെ സ്വർണം ഉണ്ടാവും. ഇവരുടെ മാത്രമായിട്ട്, ഇവരുടെ അപ്പാർട്ട്മെന്റിൽ മാത്രമാണ്, ഈ രന്യയുടെ അപ്പാർട്ട്മെന്റിലുള്ളതാണ്. അത് കൂടാതെ ക്യാഷായിട്ട്, രൂപയായിട്ട് 246 ലക്ഷം രൂപ, അതായത് 2.46 കോടി രൂപ, ഇത്രയും ക്യാഷായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് DRIക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, തെളിവെന്ന് പറയുന്നത്, ഒരു തവണ ഒരു കൺസൈൻമെന്റ് കൊണ്ടുവരുമ്പോൾ, അതായത് ഇതുപോലെ സ്വർണം ദുബായിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് കമ്മീഷനായിട്ട് ഈ രന്യയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 13 ലക്ഷം രൂപയാണ് ഒരു യാത്രയിൽ. അപ്പോൾ ശരിയാണ്, നല്ല വരുമാനം വരുന്നത് കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ വന്നുകൊണ്ടിരുന്നത്. ഒരു തവണ 13 ലക്ഷം രൂപ, അങ്ങനെ 30 തവണ ഇതുപോലെ ദുബായ് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ കണക്ക് നോക്കിയാൽ മതി. ബാക്കി പണം എവിടാന്നുള്ളതിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ ഈ രന്യയുടെ ഭർത്താവ് ഹുക്കേരി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. ഈ ആർക്കിടെക്റ്റും ഈ സ്ത്രീയോടൊപ്പം പല പ്രാവശ്യം ദുബായിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ എത്ര കൊണ്ടുവന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഇത് എവിഡൻസ് ഒന്നുമില്ല, DRIക്ക് എവിഡൻസ് ഒന്നുമില്ല. അതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ എത്രമാത്രം പിന്നോട്ടടിക്കുന്നു. പണ്ട് നമ്മൾ കണ്ടതാണ്, ഓരോരുത്തർ സൂട്ട് കേസിലും അതുപോലെ നയതന്ത്ര ബാഗേജിലും ഒക്കെ സ്വർണ്ണം കടത്തുന്നത് നമ്മൾ കണ്ടു. ആരൊക്കെയാണെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അങ്ങനെ ചെയ്തത് കണ്ടു. അതൊക്കെ തേഞ്ഞു മാഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോകരുത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പാവങ്ങൾക്കൊന്നുമില്ല, പണക്കാർക്കെല്ലാം ഉണ്ട്, പിടിപാടുള്ളവർക്കെല്ലാം ഉണ്ട്. ഈ സ്ത്രീയെ പരിശോധിക്കാതെ വിട്ടത് എന്തുകൊണ്ടാണ്? ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്ന DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ വളർത്തുമകൾ എന്നുള്ള പരിഗണനയിലാണ്. അപ്പൊ ഈ രീതിയിലുള്ള എല്ലാ സ്വാധീനവും ആ എയർപോർട്ടിൽ കിട്ടും. അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ യാതൊരു പരിശോധനയില്ല ഇറങ്ങി പോവാം, ശ്രദ്ധിക്കുകയില്ല. അല്ലെങ്കിൽ ഇത്രയും തവണ ദുബായി പോയി വരുന്ന ആളിനെ ഒന്ന് നോക്കുമല്ലോ എന്താണെന്ന കാര്യം. അതൊന്നുമില്ല, യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് UAPA അനുസരിച്ച് കേസെടുക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിനെ പിന്നോട്ടടിക്കുന്ന, എക്കണോമിക്കലി തകർക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന ഒരിടപാടാണ്. ഇതുപോലുള്ള ആളുകളെയൊക്കെ ഒന്നും നിയമത്തിൽ കൂടെ വെറുതെ വിടരുത്, ആ പഴുതിലൂടെ ഒന്നും വെറുതെ വിടരുത്. അവരെ പിടിക്കണം, ശിക്ഷിക്കണം. ഇതുപോലെ ഇത്രയും ഈ പണമൊക്കെ ഈ വാരിക്കൂട്ടി എന്ത് ചെയ്യാനാണ്? ഇനി ഈ സ്ത്രീ അവരുടെ ജീവിതത്തിൽ തേച്ചാലും കുളിച്ചാലും പോകുന്ന ആണോ ഇത്? അവരുടെ വീട്ടിലുള്ള ഈ ക്ലൗഡ് എന്ന് പറയുന്ന, അതായത് ഈ വീണ നിഴലെന്ന് പറയുന്നത് മാറിക്കിട്ടും. അവർക്കൊരു ഇതങ്ങ് കിട്ടിയ ഒരു പ്രതിരൂപമായിട്ട് അവരങ്ങ് മാറിയില്ലേ ക്രൈമിന്റെ?
അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധാരണ ഇങ്ങനെ ചെയ്യുന്നവരെന്നൊക്കെ പറയുന്നത്, ഈ ഇവിടെ പിടിക്കപ്പെടുന്നവരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറുതെ ഒരു തൊഴിലും ഇല്ലാതെ അവിടെയൊക്കെ പോയി വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി ആരെങ്കിലും കൊണ്ടുപോയിട്ട് അവരെ കയ്യിൽ നിന്ന് ഒന്നുമില്ലാത്തവർക്ക് ചെറിയ കമ്മീഷൻ കൊടുത്തിട്ട് സ്വർണം കൊടുത്തയക്കാറുണ്ട്. കൊടുത്തയക്കുകയും ചെയ്യും, ഇവിടെ പിടിക്കപ്പെടുകയും ചെയ്യും. ആ സ്വർണം പിടിച്ചാലോ അത് വേറെ ആളുകൾ തട്ടിക്കൊണ്ടുപോകും. ആ രീതിയിലുണ്ട്. ആ രീതിയിലേക്ക് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊണ്ടുവന്നാലോ അത് തന്നെ വേറെ ആളുകൾ വന്ന് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുച്ചുകൊണ്ട് പോകും. അതിന് ആണ് സ്വർണം പൊളിക്കൽ എന്ന് പറയുന്ന ഒരിടപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് ഇന്ത്യയിലെല്ലാം ഉണ്ട്. എത്രയോ കോടികളുടെ സ്വർണ്ണങ്ങളാണ് ഓരോ ദിവസവും ഇത് ദുബായിൽ നിന്നൊക്കെ ഇന്ത്യയിൽ വന്നിറങ്ങുന്നത്. ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ വന്നിറങ്ങുന്നത് എത്രയോ കോടി രൂപയുടെ സ്വർണ്ണമാണ്. ഇതൊക്കെ ടാക്സ് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് എത്രായിരം കോടികൾ ഒരു മാസം കിട്ടും എന്നറിയോ വരുമാനം. അതൊക്കെ ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പാവങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊക്കെ ഉപയോഗിക്കേണ്ട പണമല്ലേ. അതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇതുപോലെ ഉള്ള രന്യമാർ വലിയ സിനിമ നടിയല്ലേ. സിനിമ നടിയാവുമ്പോൾ ആ പ്രതിച്ഛായ ഉണ്ടല്ലോ, അനങ്ങാതിഞ്ഞിറങ്ങി പോരാ കേട്ടോ. ആരൊന്നും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും ആരാധനയോടുകൂടി നോക്കി നിൽക്കും. ഇനി ആരാധന എവിടെ കിട്ടും ശ്രീമതി രമ്യ? നിങ്ങൾക്ക്